നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് പിണറായിസവും മരുമോനിസവും. മരുമോനെ തലയിൽ കയറ്റിവെച്ചു നടന്ന കേരളം ഭരിച്ചു മുടിപ്പിച്ചു എന്ന പൊൻതൂവൽ ജനങ്ങൾ ചാർത്തിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക്. നിലമ്പൂരിൽ കടുത്ത പോരാട്ടം കൊഴുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഫുൾ പവറിലാണ്. ഇടതുപക്ഷത്തെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ നേതാക്കൾ അണിനിരക്കുകയാണ്. മുഹമ്മദ് റിയാസ് ഒരു റീസോളജിസ്റ്റ് ആണെന്നും തള്ളുമാഷാണെന്നും ആവർത്തിക്കുന്നതിൽ ഒരു ഹരം കണ്ടെത്തുകയാണ് നേതാക്കൾ. അത് കേൾക്കാനും ഒരു രസമാണ്. KPCC പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. മന്ത്രിക്ക് ആദ്യം തള്ളലായിരുന്നു, പിന്നെ പാതയിലെ വിള്ളൽ വന്നു, ഇപ്പോൾ അതിലെ ജനങ്ങളിലുള്ള പ്രതിഷേധം അറിയിച്ചപ്പോൾ തുള്ളലായിട്ട് മാറി. കുരിയാട് കേരളത്തിലാണോ? അദ്ദേഹം ഉത്തരം പറയണം. ദേശീയപാതയുടെ പേരിൽ അദ്ദേഹം എത്രയോ തവണ അവകാശവാദങ്ങൾ, സന്ദർശനം, വിലയിരുത്തൽ, അവലോകനം, സമയബന്ധിതമായി തീർക്കൽ, എന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു മന്ത്രി റിയാസ് ഉന്നയിച്ചത്. അതിന് ഉത്തരവാദികൾ ആരാണ്? ആ ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കണം. മരുമോനെ കിട്ടിയ സന്തോഷത്തിൽ കേരള സംസ്ഥാനം മൊത്തമായും ചില്ലറയായും ഒരു വീട്ടിൽ ഒതുക്കപ്പെട്ടു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാലൻ എന്ന് വിളിച്ച മരുമോന് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ശരിയാണ്, ശ്രീ KC വേണുഗോപാൽ കാലനാണ്. അത് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെയും സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന്റെയും കാലനായി ആ രണ്ട് സർക്കാരുകളെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി ജനങ്ങളെ അധികാരത്തിലെത്തിക്കുന്ന ആളായി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും KC വേണുഗോപാലിനെ കാണുമ്പോൾ കാലനായി തോന്നുന്നില്ല. കാലൻ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ഇപ്പം ഒന്ന് കാലനിലൊക്കെ ശ്രീ മുഹമ്മദ് റിയാസ് വിശ്വസിച്ചു തുടങ്ങുന്നതിനകത്ത് സന്തോഷമുണ്ട്. കാലൻ എന്ന് പറയുന്ന വിശ്വാസ സങ്കല്പം എന്താണ്? ഇത് നമ്മളെ അവസാനിപ്പിക്കാൻ വരുന്ന ആളാണല്ലോ കാലൻ. ഞങ്ങൾക്ക് ശ്രീ KC വേണുഗോപാലിനെ കാണുമ്പോൾ നേതാവായിട്ടാണ് തോന്നുന്നത്. മുഹമ്മദ് റിയാസിന് കാലനായി തോന്നുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുന്നണിയും അവസാനിപ്പിച്ച് കേരളത്തിൽ ജനങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ പോകുന്ന CPM സർക്കാരിന്റെ കാലനാണ് ശ്രീ KC വേണുഗോപാൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ മുഹമ്മദ് റിയാസിന് കാലനായി തോന്നി. ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇതുവരെ? ഞങ്ങൾക്കാർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. ഈ KC വേണുഗോപാൽ സുപ്രീം കോടതി ജഡ്ജി അല്ല എന്ന് പറഞ്ഞ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് പറയാനായിട്ടുള്ളത്, അങ്ങ് കേരളത്തിന്റെ യുവരാജാവാണ് എന്നുള്ള ആ തലക്കരത്തിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങണം. തലയിൽ തപ്പി നോക്കിയ കിരീടമൊന്നും അവിടെ ഇരിപ്പില്ല. അങ്ങേ ഈ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്തിന്റെയും ടൂറിസത്തിന്റെയും ചുമതലകൾ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങിപ്പോ മന്ത്രിസഭയ്ക്ക് വേണ്ടി തള്ളൽ വകുപ്പിന്റെ ചുമതല കൂടി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ആ തള്ളല് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ റോഡിലുണ്ടാകുന്ന വിള്ളലിനെ പറ്റി അങ്ങയോട് ചോദിക്കുമ്പോൾ ഈ ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി ശ്രീ മുഹമ്മദ് റിയാസിനോടുള്ള ഡയറക്റ്റായ ചോദ്യം, ഈ ദേശീയ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോൾ എന്താണ്? ശ്രീ മുഹമ്മദ് റിയാസിന്റെ റോൾ എന്താണ്? ഈ പാടത്ത് കൃഷി ഇറക്കി കഴിയുമ്പോൾ പാടത്ത് വന്നിരിക്കുന്ന ചില കൊക്കുകളുണ്ട്, ചില നാട്ടിൽ അതിനെ കൊറ്റെന്ന് പറയും. ഈ പാടത്തെ കൃഷി ഇറക്കി കഴിഞ്ഞ് അതിങ്ങനെ വിളവെടുക്കുന്ന സമയത്തെത്തി നിൽക്കുന്ന കൊറ്റുകൾക്കും കൊക്കുകൾക്കും ഒരു തോന്നലുണ്ടാകുകയാണ്, ഈ പാടം മുഴുവൻ എന്റേതാണ് എന്നൊറ്റക്കാലിൽ നിന്നിട്ട് കൊക്കുകൾക്ക് ഉണ്ടാകുന്ന തോന്നലാണ് ശ്രീ മുഹമ്മദ് റിയാസിന് തോന്നുന്നത് ഈ ഹൈവേ മുഴുവൻ എന്റേതാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നി കേരളം മുഴുവൻ എന്റേതാണ്. അങ്ങനെയൊന്നുമില്ല.